തവിയുടെ ഈ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ചക്കക്കൂഞ്ഞ് ഉപ്പേരിയാണ്. ചക്കക്കൂഞ്ഞ് ഉപ്പേരി തയ്യാറാക്കാനായി നമുക്കാദ്യം ചക്കയിൽ നിന്ന് കൂഞ്ഞ് വേറെ തിരിച്ചെടുക്കണം. അതിനായിട്ട് ചക്കയിൽ നിന്ന് ഓരോ എത്തുകൾ എടുത്ത് മാറ്റി നമുക്ക് കൂഞ്ഞ് മുറിച്ചെടുക്കാം. ആദ്യം നമ്മൾ ചക്ക മുകളിൽ ഒരു കൊത്ത് എടുത്തതിന് ശേഷം മുന്നിലേക്കൊന്ന് തള്ളി കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് അടർന്നു പോരും. നമ്മൾ സാധാരണ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കാനായിട്ട് എങ്ങനെ എടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് ബാക്കിയാവുന്ന ഇതാണ് ചക്കക്കൂഞ്ഞ്. കൂഞ്ഞ് എന്നൊക്കെ പല രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആ കൂഞ്ഞ് മുറിച്ചെടുക്കുക. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു പഞ്ഞി പോലെയുള്ളതായിരിക്കും. നമുക്ക് അരിയാനൊക്കെ പെട്ടെന്ന് കഴിയും. നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ ഇടിച്ചക്കൊക്കെ അരിയുന്ന മാതിരി തന്നെ കൊത്തി കൊടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു ചെറിയ കഷ്ണം ബാക്കിയാവും. അത് നമ്മൾ ഒഴിവാക്കി കളയാം. നമുക്ക് ഈ ഉപ്പേരി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു കപ്പോളം വൻപയർ, ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയിട്ടുള്ളതാണ്. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വൻപയറോ അല്ലെങ്കിൽ നമുക്ക് ചെറുപയർ, മുതിര ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് അതും ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ പയർ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗവും വെന്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ചക്കക്കൂഞ്ഞ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൂഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂഞ്ഞിക്ക് വളരെ വേവ് കുറവാണ്, പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വേവിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പയറും കൂഞ്ഞയും ഒക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറവിട്ടെടുക്കാം. ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, അരിഞ്ഞത്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ എരിവൊന്നും ചേർത്തിട്ടില്ല ഉപ്പേരിയിൽ, അതുകൊണ്ട് അതിലേക്ക് നമ്മൾ വറ്റൽമുളക് വറവിടുമ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഉപ്പേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കക്കൂഞ്ഞ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പലർക്കും ആദ്യമായിട്ട് കേൾക്കുന്നവരാവാം, അല്ലെങ്കിൽ പണ്ടൊക്കെ വെച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഉണ്ടാക്കാറുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പേരിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.